Hi friends, welcome to Techispace Malayalam. Channel ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മന്ത്ലി വീക്ക്ലി ഗിവവേകളിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് സമ്മാനങ്ങൾ നേടാം. ഇന്ന് നമ്മുടെ അഞ്ചാമത്തെ ഗിവവേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ ഗിവവേയിൽ നമ്മൾ 500 രൂപയുടെ ആമസോൺ ഗിഫ്റ്റ് വൗച്ചറാണ് വിന്നറിന് കൊടുക്കുന്നത്. അപ്പോൾ ഗിവവേയിൽ സമ്മാനം നേടാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് പോസ്റ്റ് ചെയ്യണം. അതിനുശേഷം നമ്മുടെ Realme 5യുടെ അൺബോക്സിംഗ് വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിരുന്നു. അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോയുടെ താഴെയും ഒരു കമൻറ്റ് നിങ്ങൾ പോസ്റ്റ് ചെയ്യണം. അഞ്ചാമത്തെ ഗിവവേക്ക് ഫെബ്രുവരി 3 വരെയാണ് സമയമുള്ളത്. ഫെബ്രുവരി 4 നമ്മൾ ഗിവവേയുടെ വിന്നറെ നമ്മൾ തിരഞ്ഞെടുത്ത് ഡിക്ലെയർ ചെയ്യും. അതുപോലെ തന്നെ നാലാമത്തെ ഗിവവേ ഒരു വലിയ ഗിവവേ ആയിരുന്നു. Redmi Note 8 സ്മാർട്ട് ഫോൺ നമ്മൾ ഗിവവേ കൊടുക്കുന്ന ഒരു ഗിവവേ ആയിരുന്നു. അപ്പോൾ അതിൽ പങ്കെടുത്ത ചിലർ സംശയങ്ങൾ ചോദിച്ചിരുന്നു, എന്നാണ് ഗിവവേയുടെ വിന്നറെ ഡിക്ലെയർ ചെയ്യുന്നതെന്നുള്ളത്. നമ്മൾ ജനുവരി 30 വരെ സമയമുണ്ട്. ജനുവരി 31 നമ്മൾ നമ്മുടെ നാലാമത്തെ ഗിവവേയുടെ വിന്നറെ തിരഞ്ഞെടുത്ത് ഡിക്ലെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുവരെ ആ ഗിവവേയിൽ പങ്കെടുക്കാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷനും നമ്മൾ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നാലാമത്തെ ഗിവവേയിൽ തന്നെ നമ്മൾ 3000 രൂപയുടെ ഫോൺ പേ വൗച്ചറുണ്ട്. അത് വിന്നറെ നമ്മുടെ ചാനൽ പരിചയപ്പെടുത്തിയ ആൾക്കുള്ള സമ്മാനമാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ലിങ്ക് ഷെയർ ചെയ്യുക. അപ്പോൾ അവർ വിന്നറായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫോൺ പേയുടെ ഗിഫ്റ്റ് വൗച്ചർ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് വരാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Realme 5യുടെ ക്യാമറ റിവ്യൂ ആണ്. നമ്മൾ ഡേ ലൈറ്റ് കണ്ടീഷനിലും ലോ ലൈറ്റ് കണ്ടീഷനിലും കുറേ ഇമേജ് സാമ്പിൾസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഇൻബിൽറ്റ് ക്യാമറ ആപ്ലിക്കേഷനിൽ നമുക്ക് വീഡിയോ മോഡ്, ഫോട്ടോ മോഡ്, പോർട്രേറ്റ് മോഡ് അവൈലബിൾ ആണ്. റിയർ ക്യാമറ യൂസ് ചെയ്ത് നമുക്ക് 720p, 180p, 4K വീഡിയോ വരെ നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. 30 ഫ്രെയിം പെർ സെക്കൻഡിലാണ് നമുക്ക് റെക്കോർഡിംഗ് ഓപ്ഷൻ ഉള്ളത്. ഫ്രണ്ട് ക്യാമറയിലും നമുക്ക് വീഡിയോ മോഡ്, ഫോട്ടോ മോഡ്, പോർട്രേറ്റ് മോഡ് അവൈലബിൾ ആണ്. ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്ത് നമുക്ക് 720p, 180p വീഡിയോ വരെ നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. 30 ഫ്രെയിം പെർ സെക്കൻഡിലാണ് ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്ത് നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ നമുക്ക് എക്സ്ട്രാ സെറ്റിങ്സിൽ നൈറ്റ് സ്കേപ്പ് മോഡ്, പനോർമ മോഡ്, എക്സ്പേർട്ട് മോഡ്, ടൈം ലാപ്സ്, സ്ലോ മോഷൻ, അൾട്രാ മാക്രോ മോഡ്, HDR മോഡ്, അതുപോലെ തന്നെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഓപ്ഷൻസൊക്കെ നമുക്ക് ടോപ്പിൽ അവൈലബിൾ ആണ്. ഇനി നമുക്ക് സാമ്പിൾ ഇമേജസിലേക്ക് വരാം. നമുക്ക് ഡേ ലൈറ്റ് കണ്ടീഷനിൽ ഒരു മീഡിയം റിസൾട്ടാണ് Realme 5യിൽ ലഭിച്ചിരിക്കുന്നത്. നമുക്ക് 1-2 ഇമേജ് കൂടി നോക്കാം. അതുപോലെ തന്നെ ഫോക്കസ് ആണെങ്കിലും ഒരു അല്പം ഡിലേ ഫോക്കസാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചില ഫോട്ടോകളിൽ ഫോക്കസ് ഔട്ടായിട്ടുണ്ട്. അൾട്രാ മാക്രോ മോഡിലും നമുക്കൊരു മീഡിയം റിസൾട്ടാണ് ലഭിച്ചിരിക്കുന്നത്. ഒരു ആവറേജ് ക്വാളിറ്റി ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് നല്ല റിസൾട്ട് ആണ് ലഭിച്ചിരിക്കുന്നത്. ഡിസ്റ്റൻ്റ് ഒബ്ജക്ട്സ് ഒക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ സൂം ചെയ്താലും ഒരു മീഡിയം അല്ലെങ്കിൽ അബവ് മീഡിയം റിസൾട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡേ ലൈറ്റ് കണ്ടീഷനിൽ ഒരു മീഡിയം റിസൾട്ടാണ് ഓവറോൾ നമുക്ക് Realme 5യിൽ ലഭിച്ചിരിക്കുന്നത്. ലൈറ്റ് കണ്ടീഷനിൽ എടുത്തൊരു വീഡിയോ സാമ്പിളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ നമുക്കൊരു മീഡിയം റിസൾട്ടാണ് ലഭിച്ചിരിക്കുന്നത്.
റിയൽമി 5S ഇതിനേക്കാളും നല്ലൊരു റിസൾട്ടാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു 1000 രൂപ ബഡ്ജറ്റ് വ്യത്യാസത്തിൽ നമുക്ക് ഈ ഒരു ഫോൺ അത്ര ക്യാമറ റിസൾട്ട് എന്ന് പറയാനായിട്ട് സാധിക്കില്ല. പക്ഷേ റിയൽമി 5S 48 മെഗാ പിക്സൽ ക്യാമറയ്ക്കാണ് വരുന്നത്. ഇവിടെ നമുക്ക് 12 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ് വരുന്നത്. റിയൽമി 5 എടുത്ത ഒരു സ്ലോ മോഷൻ വീഡിയോ ആണ്. ഇവിടെ നമുക്കൊരു എബോവ് എവറേജ് റിസൾട്ടാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ക്യാമറയുടെ കാര്യത്തിൽ റിയൽമി 5Sനേക്കാളും വളരെ ലോ റിസൾട്ടാണ് നമുക്ക് റിയൽമി 5 ലഭിക്കുന്നത്. ഡേലൈറ്റ് കണ്ടീഷനിൽ ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്തെടുത്തൊരു സെൽഫി ഇമേജാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ നമുക്കൊരു നല്ല റിസൾട്ട് ലഭിച്ചിട്ടുണ്ട്. ട്രൂ കളർ ഡെപ്തോട് കൂടി തന്നെയുള്ള ഇമേജ് ക്യാപ്ചറിംഗ് ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇത് പോർട്രേറ്റ് മോഡിലെടുത്തൊരു ഇമേജ് സാമ്പിളാണ്. ഇവിടെ നമുക്ക് ഒരു എവറേജ് റിസൾട്ടാണ് ലഭിച്ചിരിക്കുന്നത്. ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്തെടുത്ത ഒരു സെൽഫി വീഡിയോ ആണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ നമുക്കൊരു എബോവ് എവറേജ് റിസൾട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് ക്യാമറ ഓവറോൾ ഒരു നല്ല റിസൾട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ബാക്ക് ക്യാമറ നമുക്ക് ഒരു മീഡിയം റിസൾട്ടാണ് ലഭിക്കുന്നുള്ളൂ. ഇനി നമുക്ക് ലോ ലൈറ്റ് കണ്ടീഷനിലേക്ക് വരാം. ലോ ലൈറ്റ് കണ്ടീഷനിൽ നമുക്കൊരു ആവറേജ് റിസൾട്ട് ലഭിച്ചിട്ടുണ്ട്. നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇമേജ് ക്യാപ്ചർ ചെയ്യാനായിട്ട് നമുക്ക് നൈറ്റ് മോഡിൽ സാധിച്ചിട്ടുണ്ട്. ലോ ലൈറ്റ് കണ്ടീഷനിൽ റിയർ ക്യാമറ യൂസ് ചെയ്തെടുത്തൊരു വീഡിയോ സാമ്പിളാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ നമുക്കൊരു ആവറേജ് റിസൾട്ടാണ് ലഭിച്ചിരിക്കുന്നത്. നല്ല രീതിയിൽ നോയ്സ് നമുക്ക് ഈ വീഡിയോയിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് റിയൽമി 5Sലായിരുന്നു നമുക്ക് ബെറ്റർ റിസൾട്ട് ലഭിച്ചത്. ലോ ലൈറ്റ് കണ്ടീഷനിൽ ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്തെടുത്തൊരു സെൽഫി ഇമേജാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ നമുക്കൊരു എബോവ് ആവറേജ് റിസൾട്ട് ലഭിച്ചിട്ടുണ്ട്. ലോ ലൈറ്റ് കണ്ടീഷനിലെടുത്ത ഒരു സെൽഫി വീഡിയോ ആണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. ഇവിടെ നമുക്ക് നല്ല രീതിയിലുള്ള നോയ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്കിവിടെ ഒരു ബിലോ എവറേജ് റിസൾട്ടാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മന്ത്ലി വീക്കിലി ഗിവകളിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് സമ്മാനങ്ങൾ നേടാം.